കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി. ആഹാ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? PWD ചീഫ് എഞ്ചിനീയർ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി. ഷിനോജ് ജസ്റ്റി ഉണ്ട് വിശദവിവരങ്ങളുമായി. ഷിനോജ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ മാതൃഭൂമി ന്യൂസ് വളരെ ശക്തമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ മെൻസ് ഹോസ്റ്റൽ തകർന്ന് തരിപ്പണമായി ഇരിക്കുന്നു, ഈ കുട്ടികൾക്ക് സുരക്ഷ നൽകണം എന്നത്. ഇപ്പോഴത്തെ തീരുമാനമായിരിക്കുന്നത് എന്താണ്? ഇതിന്റെ വിശദവിവരങ്ങൾ എപ്പോഴത്തേക്ക് പണി ആരംഭിക്കാൻ കഴിയുമായിരിക്കും? അത് പൂർത്തിയാക്കാൻ എപ്പോൾ കഴിയും? അങ്ങനെ വിശദ വിവരങ്ങളൊക്കെ പറയൂ ഷിനോജ്. മോദി, കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ അപകടകരമായ അവസ്ഥയെ സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസാണ് ആദ്യഘട്ടത്തിൽ ഈ വാർത്ത നൽകുന്നത്. തുടർന്ന് എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റെടുത്തു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ മെൻസ് ഹോസ്റ്റൽ സന്ദർശിച്ചു. അങ്ങനെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ മെൻസ് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 20.5 കോടി രൂപ ാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് PWD ചീഫ് എഞ്ചിനീയർ ഒരു അപേക്ഷ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഭരണാനുമതിക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു. എന്തായാലും ഇപ്പോഴുള്ള ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന് സമീപത്ത് തന്നെയായിരിക്കും ഈ പുതിയ ഹോസ്റ്റൽ കെട്ടിടമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ വാർത്തകൾ ആയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ PWDയുടെ കെട്ടിട വിഭാഗത്തിന്റെ ചില എഞ്ചിനീയർമാർ ഈ ഹോസ്റ്റൽ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ അറ്റകുറ്റപ്പണി, അതായത് നമ്മൾ അന്ന് ദൃശ്യങ്ങൾ കണ്ടതാണ്, നമ്മൾ അവിടെ ഒരു ഉച്ചയ്ക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ചില അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആ പണികൾ എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ആ വർക്കുകളൊക്കെ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കുക. ഒപ്പം ഈ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണം 2 മാസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാനാണ് നിലവിൽ കോളേജിന്റെ തീരുമാനമെന്ന് പറയുന്നത്.